സംസ്ഥാനത്തെ കേറ്ററിംഗ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ. പാചകവാതകത്തിന്റെയും മത്സ്യമാംസ ഉൽപ്പന്നങ്ങളുടെയും വില വർധനവ് മൂലം മേഖലയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് സംഘടനയുടെ പരാതി. സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നതാണ് ഇവരുടെ ആവശ്യം. പാചകവാതകം, മത്സ്യം, മാംസം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നതോടെ സംസ്ഥാനത്തെ കേറ്ററിംഗ് മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേറ്ററിംഗ് മേഖലയെ ചെറുകിട വ്യവസായമായി അംഗീകരിച്ച് മറ്റു ചെറുകിട വ്യവസായങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് ഈ മേഖലയും നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയായതിനാൽ ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്ന് ഒഴിവാക്കി അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിലക്കയറ്റം കാരണം നിലവിലെ ഓർഡറുകൾക്ക് 25% വരെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു. 3500ഓളം കേറ്റേഴ്സ് ലൈസൻസ്ഡ് ആയിട്ടുള്ള കേറ്റേഴ്സാണ്. എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇതിന്റെ ഒരു 3 ഇരട്ടിയോളം അതല്ലെങ്കിൽ അതിക്ക് മേലെ അനധികൃത കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇതൊന്നും യാതൊരു മാനദണ്ഡം ബാധകമല്ല. അപ്പൊ അത് ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, അത് ഹോളുകളിലെ പരിപാടി കഴിഞ്ഞാൽ ഈ പാരിഷ് ഹോളുകളിൽ നടത്തിയാൽ അവിടുത്തെ മുഴുവൻ തുടച്ച് കൊടുത്ത് ഇറങ്ങിപ്പോണ്ട ഒരു ഗതികേടുണ്ട് നിലവിൽ. അതിനൊക്കെ സർക്കാർ സംവിധാനം, അതൊരു ഓഡിറ്റോറിയത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ലൈസൻസ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങളിലുള്ളതാണ്. അവർക്ക് എവിടെയാണോ ഈ മാലിന്യം ഉണ്ടാവുന്നത് അവിടെ സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നടപ്പിലാക്കണം എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ് ഗവൺമെന്റ്. അതേസമയം ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ 3 ദിവസത്തെ മൗണ്ടൻ മീറ്റ് ക്യാമ്പ് ആനച്ചാലിലെ വൈബ് റിസോർട്ടിൽ നടക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 350 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് സമാപിക്കും. ക്യാമ്പിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ET സിറ്റിയിൽ നിന്ന് ആനച്ചാൽ സിറ്റി വരെ വാക്കത്തോണും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.